ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ എലത്തൂരിലേക്ക് നമുക്കൊന്ന് പോയി വരാം. എലത്തൂർ തീവെപ്പ് കേസിൽ പ്രതി ഷാറുഖ് സൈഫിയെ നാളെയും ചോദ്യം ചെയ്യുന്നത് തുടരും. പ്രതി ഷൊർണൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന കാര്യങ്ങൾ നാളെ ഒരുപക്ഷെ തീരുമാനമുണ്ടായേക്കാം. ഷാരൂഖിനായി കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ആ ജാമ്യാപേക്ഷ 18-ാം തീയതി കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനപ്പുറം ഈ കേസ് NIAക്ക് വിടുന്നത് കാര്യത്തിൽ ഒരുപക്ഷെ നാളെ തീരുമാനമുണ്ടായേക്കാം. NIA ഈ ജുഡീഷ്യൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ നാളെ ഒരു പക്ഷേ NIA അന്വേഷണം ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തൊക്കെ നൽകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സംസ്ഥാന സർക്കാരിനോട് NIA ആവശ്യപ്പെടുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ഉണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയെ DGP ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് അറിയാൻ കഴിയുന്നു. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നാളെ ഉണ്ടാകാം. നാളെ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് തെളിവെടുപ്പിനായി ഷാരൂഖിനെ കൊണ്ടുവരുന്നു. കേരളത്തിൽ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിൽ പോലും വാർത്താ പ്രാധാന്യമുണ്ടായ ഒരു വാർത്തയായിരുന്നു എലത്തൂർ ട്രെയിൻ തീവെപ്പ് എന്നുള്ളത്. നാളെ ഷാരൂഖുമായി തെളിവെടുപ്പിന് ഷൊർണൂരിൽ കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല NIA ഈ കേസ് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്.